നമസ്കാരം. രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ശ്രീ അജിത് ഡോവലിന് പെട്ടെന്നൊരു ദിവസം അമേരിക്കയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഫോൺ കോൾ വരുന്നു. ആ കോളിൽ ഇപ്രകാരം ഒരു സന്ദേശവും എത്തി: ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ നിന്നും ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. അതിനു പിന്നിൽ ഒട്ടേറെ ലക്ഷ്യങ്ങളുമുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? ഇത്രയും നാൾ ബൈഡൻ കാട്ടാത്ത ഈ ഇന്ത്യ ബന്ധം ഈ അവസാന നിമിഷത്തിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ്? നമുക്ക് പരിശോധിക്കാം. അജിത് ഡോവലുമായുള്ള സള്ളിവന്റെ ചർച്ചകൾ ഇന്ത്യ അമേരിക്ക ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് കേന്ദ്രീകരിച്ചായിരിക്കും നടക്കുക. സാങ്കേതിക വിദ്യകളിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സുപ്രധാന സംരംഭമാണ് ICET നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, 5G, 6G സാങ്കേതിക വിദ്യകളുടെ വികസനം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിനാണ് ഈ ICTE നടപ്പാക്കി വരുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തം നിർണായക സാങ്കേതിക വിദ്യകളിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിന് ഇതിലൂടെ സഹായിക്കുകയും ചെയ്യും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചേർന്ന് 2022 മെയ്യിലാണ് ICETക്ക് തുടക്കം കുറിക്കുന്നത്. ഈ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സള്ളിവന്റെ സന്ദർശനം നിർണായകമായിരിക്കും. ബൈഡൻ ഭരണകൂടവും ഇന്ത്യൻ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവസാനത്തെ ഉന്നതതല ഇടപെടലുകളിലൊന്ന് എന്ന നിലയിൽ ഈ സന്ദർശനം സമീപഭാവിയിൽ അമേരിക്ക ഇന്ത്യ ബന്ധത്തിന്റെ പാത രൂപപ്പെടുത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അമേരിക്ക ഒരു വലിയ നേതൃമാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ സ്ഥാനമൊഴിയാൻ പോകുന്നതിനിടെ ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനായ ജെയ്ക്ക് സള്ളിവന്റെ ഇന്ത്യ സന്ദർശനം കൊണ്ടുപിടിച്ച ചർച്ചകൾക്ക് വഴിവയ്ക്കുകയുമാണ്. ഈ സന്ദർശനം വളർന്നു വരുന്ന ഇന്ത്യ അമേരിക്ക പങ്കാളിത്തത്തിൽ നിർണായക ഘടകമാകുമെന്നാണ് വിദഗ്ധർ എല്ലാവരും തന്നെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ ബൈഡൻ ഭരണത്തിന് കീഴിൽ സ്ഥാനമൊഴിയുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിലുള്ള സള്ളിവന്റെ അവസാനത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമായിരിക്കുമല്ലോ ഇത്. വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി ബന്ധങ്ങൾക്ക് സള്ളിവന്റെ ഈ സന്ദർശനം വഴിയൊരുക്കും. സന്ദർശന വേളയിൽ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായുള്ള കൂടിക്കാഴ്ചയിൽ വിവിധ വിഷയങ്ങളിൽ ഉന്നതതല ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പുള്ള നിർണായക സമയത്താണ് ഈ സന്ദർശനം എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അമേരിക്ക ഇന്ത്യ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം ആഴത്തിലുള്ളതാക്കുന്ന പ്രതിബദ്ധത വീണ്ടും ഉറപ്പാക്കാനുള്ള അവസരം കൂടിയാണിത്. സ്വതന്ത്രമായ ഇന്ത്യ പസഫിക് ബന്ധവും ചർച്ചയിൽ ഇടം പിടിക്കുമെന്ന് തീർച്ചയാണ്. ജെയ്ക്ക് സള്ളിവന്റെ ഇന്ത്യ സന്ദർശനം അമേരിക്ക ഇന്ത്യ ബന്ധം രൂപപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന നിമിഷത്തെ അടയാളപ്പെടുത്തുന്നതാണ്. ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സള്ളിവന്റെ ഇന്ത്യ സന്ദർശനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സള്ളിവന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയ ഖലിസ്ഥാൻ തീവ്രവാദി പന്നൂർ സിംഗ് വധത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇത്തവണത്തെ ചർച്ചകളിൽ പ്രതിരോധം, പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇരു രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന ആഗോള വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ കൂടുതൽ ശക്തമാക്കാൻ ഈ കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുമെന്നു കൂടിയാണ് നമ്മൾ കരുതുന്നത്. ബൈഡൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ സള്ളിവനും സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിലുള്ള ഔദ്യോഗിക സ്ഥാനം മുൻ മിലിറ്ററി ഉദ്യോഗസ്ഥനായ മൈക്കൽ വാട്സന് കൈമാറും. ഇന്ത്യയോട് അനുകൂല മനോഭാവമുള്ള ഇദ്ദേഹം ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇതിനോടകം അറിയിച്ചും കഴിഞ്ഞു. അമേരിക്കൻ കോൺഗ്രസിലെ കോ ചെയർമാൻ എന്ന നിലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യങ്ങളെ പിന്തുണയ്ക്കുന്ന നയങ്ങൾക്കായി അദ്ദേഹം വാദിച്ചിട്ടുമുണ്ട്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമാണ് മൈക്കലിന് ഇന്ത്യ നൽകിയിരിക്കുന്നത്. അമേരിക്കയിലെ അധികാര കൈമാറ്റം ഇന്ത്യക്ക് പ്രതികൂലമാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയും നടത്തി വരുന്നുണ്ട്. അടുത്തിടെ അമേരിക്ക സന്ദർശന വേളയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായ S ജയശങ്കർ, ജെയ്ക്ക് സള്ളിവൻ, നിയുക്ത പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നോമിനി മൈക്കൽ വാട്സ് എന്നിവരുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിരോധം, സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ഊന്നി പറയുകയും അതുപോലെ തന്നെ വാട്സുമായുള്ള കൂടിക്കാഴ്ചയെ ജയശങ്കർ പ്രശംസിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആഗോള വെല്ലുവിളികൾ നേരിടുന്നതിൽ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധതയും അദ്ദേഹം അന്ന് അമേരിക്കയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സള്ളിവന്റെ ഇന്ത്യയിലേക്കുള്ള അന്തിമ സന്ദർശനം ഒരു പതിവ് നയതന്ത്ര ഇടപെടൽ എന്നതിലുപരി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിർമ്മിച്ചെടുത്ത നയതന്ത്രപരമായി ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള നിർണായക നിമിഷവുമാണിത്. ഭരണമാറ്റത്തിന് അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക ഇന്ത്യ ബന്ധം എങ്ങനെ വികസിക്കുന്നുവെന്ന് നിർണ്ണയിക്കുന്നതിൽ അടുത്ത ഏതാനും ആഴ്ചകൾ നിർണായകമായിരിക്കും. മൈക്കൽ വാട്സിനെ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചത് ഇന്ത്യക്ക് നേട്ടമാവുകയും ചെയ്യും. ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ ഇടപെടലുകൾ മൈക്കലിന്റെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ കേന്ദ്രബിന്ദുവായി ICET മാറുകയും ചെയ്യും. സള്ളിവനും ജയശങ്കറും സ്ഥാപിച്ച ശക്തമായ നയതന്ത്ര അടിത്തറ വരും വർഷങ്ങളിൽ നിർണായക നേട്ടങ്ങൾ കൈവരിക്കുമെന്നും നമുക്ക് ഉറപ്പാണ്. അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.